ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് ഏരിയയിലെ ഗ്രിൽസ് ഫിറ്റാക്കുന്ന ഒരു വീഡിയോ ആണ്. അത് മേക്കിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്ത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡോറിൻ്റെ ഫ്രെയിം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയിട്ട് താഴെ ഇങ്ങനെ ഹോൾ എടുത്തിട്ട് കുറച്ച് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ താഴോട്ടേക്ക് ഇറക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ട് അത് നേരെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയി. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പും ഈ സൈഡിലെല്ലാം ഏകദേശം ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അളവിൽ സെറ്റ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ടൈല് വരുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് കൂടി ഫില്ലായിട്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ തൂക്കാട്ടിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതിൻ്റെ ലെവലൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് താഴ്ഭാഗം ഇങ്ങോട്ട് വരാണ്ട്. അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലം ബോബ് ഇട്ടിട്ട് തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുന്നത് നല്ലത്. നമ്മൾ സാധാരണ പോലെ സ്പീഡ് ലെവൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലുതെല്ലാം ആ ഒരു ലെവൽ കിട്ടണമെന്നില്ല. അപ്പോൾ പ്ലം ബോബ് ഇട്ടിട്ട് ഇങ്ങനെ തൂക്കി എങ്ങോട്ടൊക്കെ പോകാനുള്ളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 12 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് 12 പ്ലെയിൻ റോഡ് ഇട്ടിട്ടാണ് നമ്മളിതിന് സപ്പോർട്ടായിട്ട് ആവശ്യമുള്ള വെൽഡിങ്ങെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് 12 അല്ല 12.7 സംതിങ് ഉണ്ടാവും ഇതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 12 ഉണ്ടാവും. അപ്പോൾ നല്ല ടൈറ്റ് കിട്ടും അത്യാവശ്യം. ഇപ്പോൾ ഡ്രില്ലടിക്കുന്ന സമയത്ത് മെഷീൻ കുറച്ചിങ്ങനെ ചരിച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ സൈഡ് പൊട്ടാതെ തന്നെ കിട്ടും. ഇപ്പോൾ ഡോറിന് ഹിഞ്ചസ് അടിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ പാർട്ടി എങ്ങനെയാണെന്നോ പറയുന്നത് അകത്തേക്ക് തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും പുറത്തേക്ക് ആണെങ്കിൽ അങ്ങോട്ടേക്കും ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്ന് ഒരിക്കലും നമ്മൾ വെൽഡിങ് ഈ ഹിഞ്ചസ് വെൽഡ് ചെയ്തിട്ട് വരില്ല. അപ്പോൾ ഇവർ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് തുറക്കുന്ന ഒരു കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അകത്തേക്ക് തുറക്കുന്ന സമയത്ത് ഇത്രയും സ്പേസല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്പേസിൻ്റെ ഒരു ഇത് കുറയുന്നതുകൊണ്ടാണ് പുറത്തേക്ക് തുറക്കുന്നത് ആക്കുന്നത്. അപ്പോൾ ഇഞ്ചസ് എപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് പാർട്ടി അകത്തേക്കാന്ന് ആക്കാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ ആക്കാം. അതുപോലെ തന്നെ പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 15 ഇഞ്ച് ആ ഒരു ലെവലിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം ഹിഞ്ചസ്. അതിപ്പോൾ ഡോറിൻ്റെ വലുപ്പം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും വ്യത്യാസം വരുത്തും. അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ 15 ഇഞ്ച് ആ ഒരു ഗ്യാപ്പിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഡോറിൻ്റെ ഫ്രീ പ്ലേ കണക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ 4 ഇഞ്ച് അങ്ങനെ തന്നെ ഈ ഒരു ഭാഗത്തും 4 ഇഞ്ച് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ. അപ്പോൾ സിങ്ക് സാധാരണ എല്ലാവരും ചെയ്യുമ്പോഴല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗം മടക്കിയിട്ട് താഴോട്ടേക്ക് ഇറക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് മേക്കിങ്ങിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ആ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്ലെയിൻ റോഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കയറ്റാൻ വേണ്ടി പോയി. വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി അതുപോലെ തന്നെ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ ഡോറ് നമ്മൾ ഹിഞ്ചസ് എല്ലാം അടിച്ചതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ആ ഒരളവിലേക്ക് ഹോളിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഇപ്പോൾ ഡോറ് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി തൂക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയറ്റാൻ വേണ്ടി പോയി കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് പൊങ്ങാണ്ട് ഗ്രിൽസ് എടുത്ത് വെച്ചതിന് ശേഷം മുകളിലത്തെ ഭാഗം ലെവലാക്കിയിട്ട് സീ ക്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. രണ്ടും തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ട്
ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു ലൈനില്ലാതെ മാച്ചിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സി ക്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ കുറ്റിയും കൂടി അടിക്കുന്നുണ്ടോ. നമ്മളങ്ങനെ ഗ്രിസ് ഫിറ്റിങ്ങിൽ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഓടാമ്പൽ അതുപോലെ തന്നെ ഇതിൻ്റെ ടവർ ബോൾട്ട് വെക്കാണ്. പിന്നെ അങ്ങനെ കുറച്ച് ഫിനിഷിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഡോറ് പുറത്തേക്ക് തുറക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സ്റ്റോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അകത്തേക്ക് പോയിട്ട് ഒടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പർ വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ഓടാമ്പൽ വെൽഡ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു 4 ഇഞ്ച് ഫ്ലാറ്റ് ബാക്കിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെൻഡ് ചെയ്തുകൊണ്ടെന്നാണ്. അതിനുശേഷം ഓടാമ്പൽ അതിൻ്റെ മുകളിലേക്കായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ടവർ ബോൾട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് അതിൻ്റെ ലോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് വെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടി പിടിപ്പിക്കാൻ അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.